രാജ്യത്തെ നടുക്കിയ കരൂർ തമിഴക വെട്രിക്കഴകം റാലിയിലെ മഹാദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 39ആയി. 17 സ്ത്രീകളും 9 കുട്ടികളും അടക്കമുള്ളവരാണ് മരിച്ചത്. നിലവിൽ 111 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇതിൽ 10 പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്. ദുരന്തത്തിനിടെ നിരവധി പേരെ കാണാതായതായും റിപ്പോർട്ടിൽ പറയുന്നു. ദുരന്തത്തിൽ ടിവിക്ക് തലവനും നടനുമായ വിജയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. ദുരന്തത്തിന് പിന്നാലെ യാതൊന്നും മിണ്ടാതെയാണ് വിജയ് ചെന്നൈയിലേക്ക് മടങ്ങിയത്. ട്രിച്ചി വിമാനത്താവളത്തിൽ കാത്തുനിന്ന മാധ്യമപ്രവർത്തകരോടും അദ്ദേഹം പ്രതികരിച്ചില്ല. പിന്നാലെ നടനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ രംഗത്തെത്തി. അതേസമയം സംഭവത്തിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മദ്രാസ് ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് അരുണ ജഗദീഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ നൽകും. സംഭവത്തിൽ സമ്മേളനം നടത്താൻ അനുമതി തേടി കത്ത് നൽകിയ ടിവികെ ജില്ലാ പ്രസിഡന്റ് മതിയഴകനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അപകടത്തിന്റെ കാരണം അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മാത്രമേ വ്യക്തമാകൂ എന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രതികരിച്ചു. ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ രൂപീകരിച്ച ഏകാംഗ കമ്മീഷന്റെ റിപ്പോർട്ട് ലഭിച്ചയുടൻ കാര്യങ്ങൾ വ്യക്തമാകും. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി അരുണ ജഗദീഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷനോട് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദുരന്തവുമായി ബന്ധപ്പെട്ട് ടിവികെ പ്രസിഡന്റ് വിജയെ അറസ്റ്റ് ചെയ്യുമോ എന്ന ചോദ്യത്തിന് അത് റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെ ആശ്രയിച്ചിരിക്കുമെന്നായിരുന്നു സ്റ്റാലിന്റെ മറുപടി. യോഗത്തിനായി താരതമ്യേന ചെറിയ സ്ഥലം അനുവദിച്ചത് നിരവധി പേരുടെ മരണത്തിന് കാരണമായോ എന്ന ചോദ്യത്തിന് പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. പരിപാടിയിൽ സംഘാടകർ 10,000 പേരെയാണ് പ്രതീക്ഷിച്ചതെങ്കിലും പ്രതീക്ഷിച്ചതിലും 3 ഇരട്ടിയോളം ആളുകൾ പങ്കെടുത്തതായി തമിഴ്നാട് DGP ഇൻചാർജ് G. വെങ്കടരാമൻ പറയുന്നു. ടിവികെയുടെ മുൻ റാലിയിൽ ഇത്രയധികം ജനപങ്കാളിത്തം ഉണ്ടായിരുന്നില്ല. കരൂർ റാലിയിൽ ഏകദേശം 27,000-ഓളം പേരാണ് പങ്കെടുത്തതെന്നും അദ്ദേഹം പറയുന്നു. സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്തരമൊരു ദുരന്തം മുൻപെങ്ങും സംഭവിച്ചിട്ടില്ലെന്നും സ്റ്റാലിൻ പ്രതികരിച്ചു. ആശുപത്രി ചികിത്സയിൽ കഴിയുന്ന എല്ലാവർക്കും മികച്ച ചികിത്സ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളതായും അദ്ദേഹം വ്യക്തമാക്കി. Subscribe to One India and never miss an update.